അസ്സലാമലൈക്കും. അപ്പോൾ മക്കളെ രാവിലെ തന്നെ വാർപ്പിൻ്റെ മേലക്കണ് കയറിക്കാണ് കേട്ടോ. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആകെ ഇങ്ങോട്ടേ എന്താ പറയുക, ഒരു ജാതി പൊടി ഇങ്ങോട്ട് കയറിയിട്ട് മഴയാണ് പെയ്താണ്ടല്ലോ, വെള്ളം ഇങ്ങോട്ട് നിൽക്കുക, കെട്ടി നിൽക്കുക, അല്ലെങ്കിൽ തന്നെ എന്താ ഒക്കെ വിണ്ട മാറി ഉണ്ട് കേട്ടോ ചോരൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇതൊക്കെ ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടേക്ക് ഇങ്ങനെ ഈ സാധനം അതാ ഇതിൽ കൂടിയിട്ട് വെള്ളം ഇങ്ങോട്ട് കെട്ടി നിൽക്കുകയാണ് എല്ലാ ഭാഗത്തും അങ്ങനെ. അപ്പോൾ ഞാനിതിന് കോരാൻ വേണ്ടി പോകുന്നതാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ തന്നെ കോരിടട്ടെ. ഇപ്പം പറയുന്നു കോരിടണം ഞാനാണ്ട് ഇതിന് ഒരുങ്ങലുമില്ല. ഏതായാലും ഇന്ന് എളുപ്പം ഒരുങ്ങിയിട്ടാണ് എന്താ മഴയല്ല, ഇന്നലെ മഴ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നല്ലോണം ഉപ്പും പൊടി സാധനം അളകിനും എന്തൊരു സംഭവമാണോ മക്കളെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരുക്കി വിടുന്നത്. എല്ലാവരും എൻ്റെ മേലെ ഉണ്ടാവും ഇങ്ങനെ. എന്താ ഇതിൻ്റെ മറിയെന്ന് അറിയില്ല, ഈ പൊടി ഇവിടുന്ന് അത് എന്താണെന്ന് അറിയില്ല. പറയുമ്പോൾ ഇതിമൊക്കെ നമുക്ക് കൊണ്ടുവരുന്നില്ല, ഒന്നുമില്ല. ഇന്നാണ്ട് കടന്ന് നാടുണ്ട് ഉണ്ടാവുകയാണത്. ഇതിന് വാരി തട്ടെ. നടുഭാഗത്തൊന്നും വല്ലാതല്ല കേട്ടോ, അങ്ങനെ സൈഡിൽ കൂടിയൊക്കെ ഉള്ളൂ, റോട്ടൻ്റെ ഭാഗത്ത് കൂടിയൊക്കെ. ഇത് ഇവിടുന്നാണ് ഈ പൊടി ഉണ്ടാകുന്നത്. അത് സിമെൻറ്റ് പൊടിയല്ല, എന്തൊരു സംഭവമാണ് ആവത്. ഏതായാലും മക്കളെ ഇതുകൊണ്ട് വരുന്ന മനുഷ്യൻ ചോരൊക്കെ യോഗൊക്കെ റൂമുകളൊക്കെ ഉണ്ട് വീണ്ട മാറിയിരിക്കും വെള്ളം നിന്നിട്ട്. മഴ പെയ്താൽ പറ്റില്ല കേട്ടോ, മഴ പെയ്താൽ അധികം തൊട്ടി പിടിച്ചു. പൊന്നാര മക്കളെ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, വാർപ്പിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഒരു പൊടി. എന്തൊക്കെ സംഭവം എന്നറിയില്ല. ഒരു ജാതി പൊടി. ഇനിയിപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനി ഇതേമാതിരി ഉണ്ടാവും. വല്ലാത്തൊരു കഥ ആയിപ്പോയില്ല. അങ്ങനെ ഏതായാലും മക്കളെ അടിച്ചു തന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ അതാക്കണ ഞാൻ കുറച്ച് മുരിങ്ങ ഒടിച്ചിട്ട് എഴുതിക്കാണ്ടെന്ന് ഏതായാലും കൂട്ടാനൊന്നുമില്ല. ഇന്നലത്തെ വീഡിയോ ആണ്, ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി കേട്ടോ. അത് ചോറ് അവിടെ തിളപ്പിച്ച് വെച്ചിരിക്കണമല്ലോ. അപ്പം ഇനി അതിക്കൊരു മുരിങ്ങ ഉപ്പേരി ആക്കിയിട്ട് വെക്കുമാണ്. 2 മുട്ടയുണ്ട് അവിടെ, അതൊക്കെ മതി, ഇന്ന് ധാരാളമാണ്. അപ്പോൾ ഏതായാലും പിന്നെ മേലൊക്കെ പൊയ്ക്കണം മുരിങ്ങ. അപ്പോൾ അതാണ് കൊമ്പാണ് പൊട്ടിച്ച് വെച്ചാൽ എന്നാൽ നല്ല ഉസാറായിട്ടാണ് ഉണ്ടായിക്കോളും. പിന്നെ നമുക്ക് നല്ല ഉപ്പേരി ഉണ്ടാക്കാം. നല്ല ഇളയ മുരിങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്നാണ് പൊട്ടിച്ചട്ടെ. വാർപ്പിൻ്റെ മേലൊക്കെ ഇങ്ങനെ മുരിങ്ങ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നേക്കല്ലേ. അപ്പോൾ ഈ കർക്കിടത്തിലേ മുരിങ്ങ ഒടിച്ചാത്തോണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. നല്ലോണം കിട്ടിയിരിക്കണ, ഏതായാലും കിട്ടിയതായിട്ട് പോകുകയാണ്. സമയട്ടോ അടിയില്ലേ. അങ്ങനെ മക്കളെ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് മുരിങ്ങ കേട്ടിട്ട് ഇറങ്ങി. മുരിങ്ങ കുറച്ചുകൊണ്ട് ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുരിങ്ങ മൂത്തിക്കണം, അടിയത്തൊക്കെ പൊട്ടിച്ചിട്ടേ. അപ്പം ഇനി മുരിങ്ങയായിട്ട് ഒരു തോരങ്ങോട്ട് ഉണ്ടാക്കുക. ചോറ് അവിടെ തിളപ്പിച്ച് വെച്ചതുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻ 2 ഉണ്ട്, 2 മുട്ടയൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ കൂടി ഒട്ടിച്ചങ്ങാണ്ട് അങ്ങോട്ട്
പൊട്ടിച്ച് വെച്ച് നല്ലൊരു ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതാക്കണം കുറച്ച് ചെറുള്ളി അതേമാതിരി കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ അങ്ങോട്ട് എടുത്ത് ഒന്നും തോല് ഒഴിച്ചെടുക്കട്ടെ. മക്കളെ ഈ കറുക്കടത്തിലും മുരിങ്ങ പൊട്ടിച്ചായിട്ടേ നല്ലോ നീണ്ടാണ് പോയിക്കണം. കറുക്കടത്തിലും മുരിങ്ങ കഴിച്ചുകൊണ്ടാ കറന്ന് പറയുന്നേക്കല്ലേ. അങ്ങനെ ഉണ്ടായിക്കണം ആർക്കെങ്കിലും അറിയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഒട്ടിച്ചാലും ഉണ്ടായിന് കേട്ടോ. ചക്ക മുരിങ്ങ കറിയൊക്കെ ഉണ്ടാകാം. പക്ഷെ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ എന്താണ് അറിയില്ല. അങ്ങനെ നീണ്ടു പോയതാട്ടോ. അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ വെച്ച് അങ്ങനെ പൊട്ടിച്ച് അങ്ങനെ എടുക്കലുണ്ട്. അപ്പോൾ ഏതായാലും ഞാനിതാ ഉള്ളിയും ഒക്കെ ഒന്ന് തോല് ഒളിച്ചെടുക്കട്ടെ. കുറച്ച് തേങ്ങ ചിരകണം. അങ്ങനെ ഏതായാലും മക്കളെ ഏതാക്കണം കേട്ടോ. ഉള്ളി ഇതൊക്കെ ഒന്ന് തോലൊളിച്ചെടുത്തു. ഇനി എളുപ്പം തന്നെ അങ്ങോട്ട് മുരിങ്ങ ശരിയാക്കട്ടെ. പൈച്ചിട്ടാണെങ്കിൽ കണ്ണ് കാണാനില്ല. ഇന്ന് ഓരോരോ പണിയെടുത്ത് അങ്ങനെ നേരം വൈകി തട്ടിക്കൊട്ടലും അടിച്ചോരലും ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ഓരോരോ ജോലികളൊക്കെ ഇനി. അപ്പോൾ അതൊക്കെ എടുക്കുന്നതിനിടയിൽ വീഡിയോ എടുക്കാൻ നിന്നാലേ ഒന്നും നടക്കൂല മക്കളെ. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ കുറച്ച് വീഡിയോ ഇന്നലെ അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് ബാക്കിയുള്ള വീഡിയോ പിന്നെ എടുക്കാമെന്ന് കരുതിയിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും അപ്പോൾ മക്കളെ ഇതാക്കണം കേട്ടോ. വെളുത്തുള്ളി ചുവന്നുള്ളി ചീനാപ്പറങ്കി ഇതൊക്കെ ഇട്ടുങ്ങാണ്ട് തേങ്ങ ഇട്ടുങ്ങാണ്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുക്കുക. പിന്നെ അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേമാതിരി കുറച്ച് ഉപ്പ് ഇടുക കേട്ടോ. കല്ലുപ്പായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. പൊടിപ്പാണെങ്കിൽ പിന്നെ നമുക്ക് അപ്പം ഇട്ട് കൊടുക്കുക. പക്ഷേ അത് ഈ കല്ലുപ്പായതുകൊണ്ട് അവിടെ ഇവിടെയും കടിച്ചും കൊണ്ടേക്കാരം. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ തന്നെ ഇട്ടുങ്ങാണ്ട് ഒന്നങ്ങോട്ട് കറക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും തേങ്ങയൊക്കെ ഇതാ ചതച്ചെടുത്ത് ഇനി നമുക്ക് ഇപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചുങ്ങാണ്ട് പിന്നെ ഉപ്പേരി അങ്ങോട്ട് ശരിയാക്കി എടുക്കുക. ഇനി അപ്പോൾ ഞാൻ ഇതാക്കണം കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കേട്ടോ. അപ്പോൾ അതായിക്ക് കുറച്ച് കടുക് ഇട്ടു. പിന്നെ ഞാനിതാക്കണ കുറച്ച് അരിയാണ് കേട്ടോ. അരി ഒന്നങ്ങോട്ട് പൊട്ടിങ്ങാണ്ടേ ഒന്നങ്ങോട്ട് ഇതായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാക്കണ ഈ അരി ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് കടിച്ചു ഇങ്ങനെ ചെറുതായിട്ട്. പിന്നെ അത് ആ തേങ്ങ ഇതൊക്കെ ചതച്ചത് ഈ ഇട്ടെടുത്തു. ഇനി അത് നല്ലോണം തന്നെ ഇളക്കിയിട്ട് ആ മിക്സിൻ്റെ ചാറ് ഒന്നും അങ്ങോട്ട് കേൾക്കണം പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ പാർന്ന് കൊടുത്തു. ഇനി നമ്മളിതാ നല്ലോണം തന്നെ ഇളക്കി കൊടുത്ത് നമ്മൾ മുരിങ്ങ തീക്കാണ്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ. എത്ര ചോറുവാണെങ്കിലും നമുക്ക് തിന്നാം. അത്ര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ. മുരിങ്ങ തോരന് ഇപ്പോൾ തോനൊന്നുമില്ല. ഇതിപ്പോൾ ഞാനും മോളും ആണ് ഇവിടെ ഉള്ളത്. സോനു സ്കൂളിലാണ്. എന്നാലും ഉണ്ടാവും കേട്ടോ. കൂട്ടാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇങ്ങനെ വെച്ചാൽ പിന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമാട്ടോ. അതൊക്കെ പാത്രം കാലിയാണോ അറിയില്ല ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ. അപ്പോൾ ഏതായാലും നല്ലോണം ഇളക്കിയിട്ട് ഒന്നങ്ങോട്ട് അടച്ചു വെക്കട്ടെ. ഒന്നങ്ങോട്ട് ആവി കയറട്ടെ. അപ്പോൾ നല്ലോണം ആവിയൊക്കെ കയറി ഇതാക്കണം കേട്ടോ. മുരിങ്ങയൊക്കെ വെന്തിക്കണമെങ്കിൽ നമുക്ക് പിന്നെ അതിലേക്ക് 2 മുട്ട അങ്ങോട്ട് കുത്തി ഉടച്ചാൽ പാർന്ന് കൊടുക്കുക. അപ്പോൾ ഇതാക്കണേ 2 മുട്ട ഉണ്ടായിട്ട് അതിൻ്റെ നടുക്കാണ് പാർന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് മുരിങ്ങ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കുക. അതിൽ ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അതൊരു ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും മക്കളെ ഇതാണ് നമ്മളെ മുരിങ്ങ ഉപ്പേരി. ഇനി നല്ലോണം ഒന്നുണ്ട് ഇളക്കി കൊടുക്കുക. ഉണ്ടാക്കാത്തപോലെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി മക്കളെ. കുട്ടികൾ തിന്നാത്ത ഒരു കുട്ടികളും ഉണ്ടാവില്ല. കുട്ടികളൊക്കെ പിന്നെയും ചോദിച്ചു അത്ര രസമാണ് ഈ മുരിങ്ങ ഉപ്പേരി ഇങ്ങനെ വെച്ചാൽ കേട്ടോ. ഇവിടുത്തെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ മുരിങ്ങ ഉപ്പേരി വെച്ചിട്ടാണ് കേട്ടോ ഒരു വീഡിയോയിൽ വൈറലായത്. അപ്പോൾ ഏതായാലും എന്താ പറയുക അടിപൊളി ടേസ്റ്റാണ് ഇത് കേട്ടോ. ഇതിക്ക് ഇപ്പം ഇനി ഒരു അച്ചാർ മതി, വേറെ ഒന്നും വേണ്ട. നല്ലോണം കണ്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേണമെങ്കിൽ അടച്ചൊക്കെ അല്ലെങ്കിൽ അടച്ചും വെക്കണ്ട, അത്ര തന്നെ ഉള്ളൂ കേട്ടോ അത്. അപ്പോൾ മുരിങ്ങയൊക്കെ വെന്തിക്കണ്. നല്ലോണം കുത്തി ഇളക്കിയാലും അങ്ങോട്ട് കഴിച്ചും ചിച്ചും. അപ്പോൾ ഏതായാലും ഇതാക്കണം മക്കളെ ഇന്നത്തെ ഒരു വീഡിയോ. ഇതൊക്കെ മക്കളെ ഓരോരോ പണിയും വേലൊക്കെ മുരിങ്ങപ്പേരിയും വെച്ച് നീ ചോറ് തിന്നട്ടെ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. കണ്ടില്ല നിങ്ങൾ നമ്മളെ മുരിങ്ങപ്പേരി നല്ല അടിപൊളി ആയിക്കണം കേട്ടോ. ഒന്നും തൊടാതെ ഉപ്പേരി ആയിക്കണം. ഈ ചോറും അച്ചാറുണ്ട്, മീനുണ്ട്.